അസ്സലാമലൈക്കും. കിഴങ്ങും തക്കാളിയൊക്കെ കറിയൊക്കെ ഇട്ടത് ഇന്ന് 7ാമത്തെ നോമ്പാണ്. ഇന്ന് കോഴി ഇറച്ചി തന്നെ. അപ്പം നമ്മൾ പച്ചക്കറി ഒന്നും ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുക, മല്ലിട്ട് കറിയില്ല. അപ്പോൾ നല്ല ടേസ്റ്റ്. ആദ്യമൊക്കെ ഇതൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ. നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറേ ആയിരുന്നു. എന്താണെന്ന് നോക്കാൻ ആവശ്യത്തുള്ള ഉപ്പിടുക, എന്നിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പത്തുണ്ടാക്കിയിട്ട് നമ്മൾ പൊടി വാട്ടാനുള്ള വെള്ളം എത്തിച്ചിട്ട് പൊടി വെച്ച് വെള്ളം തിളക്കുന്നുണ്ട്. നമ്മളത് പൊടി വാട്ടിയിട്ട് ഇങ്ങനെ കുത്തി അത് കുറേ നേരം കുഴക്കണ്ട. നല്ല സോഫ്റ്റിട്ട് ആ ചൂടോടെ തന്നെ ഇങ്ങനെ നന്നാക്കി കുത്തി കൊടുക്കുക. നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം കുഴക്കേണ്ട ആവശ്യം വരില്ല. ഇതിന് ചൂടാറി നമ്മൾ നന്നാക്കി കുഴച്ച് പുതിയ ഐറ്റംസ് ഒരു പലഹാരം ഉണ്ടാക്കുക കേട്ടോ. ഉണ്ടാക്കി ഇത് മൈദയാണ്. ഇത് പറ്റിച്ച് കൈ തുറക്ക് മൈദ പറ്റിച്ച് അതിനുള്ള ഫില്ലിങ്സൊക്കെ ഇതാക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇട്ട് എന്താ വെച്ചാൽ ഗരം മസാല ഇട്ട് മന്തി മസാല ഇട്ടിന് നല്ല മന്തിയിൽ വേണ്ട. ഓരോ മസാല ഇട്ട സാധനത്തിൻ്റെ പേര് മാറ്റില്ല. എനിക്ക് പേരിടാൻ അറിയാത്തതുകൊണ്ട് ഇതിന് പേര് ഇട്ടില്ല. നമ്മളത് പരത്തുക. മൈദ ഇട്ടത് നന്നാക്കി പരത്തിയിട്ട് നമ്മൾ സമൂസക്ക് പകരമാക്കിയിട്ട് ഇവിടെ നിന്നിട്ട് മടക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ വട്ടം തുഴിഞ്ഞ് അങ്ങനെ നമ്മൾ പലഹാരം നമ്മൾ സമൂസയല്ല, എന്താ സാധനത്തിന് പേര് വെച്ചാൽ അറിയില്ല. പേരിന് ആൾക്കാർ ഓരോന്ന് ഉണ്ടാക്കല. നമ്മൾ പലഹാരം ആയത് സെറ്റപ്പ് മോഡൽ. നമ്മൾ ലീമ ഉണ്ടാക്കാത്തത് നാരങ്ങ നീര് ആക്കി വെച്ചിട്ട് ഏലക്കായ അണ്ടിപ്പരിപ്പിടുക, ഇഞ്ചി ഇടുക, ഒരൊറ്റ ജ്യൂസ് അടി രണ്ട് ഏലക്കായ, ഇഞ്ചി, ചെറുനാരങ്ങ നീര്. എന്നിട്ട് നമ്മളെ ലീമ് റെഡി ആയിട്ടോ.